ഫ്രണ്ട്സ്, പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം. പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. KAS രണ്ടാം ബാച്ച് വരുന്നു. 31 ഒഴിവുകൾ. തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ KAS രണ്ടാം ബാച്ചിൻ്റെ വിജ്ഞാപനം ഉടൻ. പ്രതീക്ഷിക്കുന്ന 31 ഒഴിവുകളിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ ഒഴിവുകളുടെ എണ്ണം കണ്ടെത്താത്തതിനാൽ കേന്ദ്ര സിവിൽ സർവീസിലേതുപോലെ ഡെപ്യൂട്ടേഷൻ റിസർവ് എന്ന പ്രത്യേക പ്യൂൾ സൃഷ്ടിച്ച് അതിലേക്കാണ് വിജ്ഞാപനം നടത്തുക. പരീക്ഷ, അഭിമുഖം, നിയമനം എന്നിവയ്ക്ക് ശേഷം 1 വർഷത്തെ പരിശീലനവുമുണ്ട്. ഇത് കഴിയുന്നതോടെ ഒഴിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സംസ്ഥാന സിവിൽ സർവീസ് കൂടുതൽ പ്രൊഫഷണലാക്കുക എന്ന ലക്ഷ്യത്തോടെ KAS കൊണ്ടുവന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷമായ 2021 ഡിസംബറിൽ ഇതിലെ ആദ്യ ബാച്ച് സർവീസിൽ പ്രവേശിച്ചു. ഓരോ വകുപ്പിലെയും രണ്ടാം ഗസറ്റഡ് തസ്തികയുടെ 10% എടുത്താണ് കഴിഞ്ഞ തവണ KAS ഒഴിവുകൾ സൃഷ്ടിച്ചത്. ആകെ സൃഷ്ടിച്ച 110 ഒഴിവുകളിലേക്കാണ് 105 പേരെ തിരഞ്ഞെടുത്തു. പരിശീലനത്തിനിടെ ഒരാൾ സിവിൽ സർവീസിലേക്കു പോയി. അപ്പോൾ KAS രണ്ടാം ബാച്ചിലേക്ക് ഒഴിവ് വരുന്നുണ്ട്. 31 ഒഴിവുകളാണ്. നിലവിൽ ഇനിയും ഒഴിവുകൾ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. എക്സാമിന് ഇതിലേക്ക് പരീക്ഷയുണ്ട്, അഭിമുഖം, പിന്നെ നിയമനം എന്നിവയ്ക്ക് ശേഷം പിന്നെ 1 വർഷത്തെ പരിശീലനവും കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഒഴിവുകൾ കണ്ടെത്താനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാവുക പരീക്ഷയ്ക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്